മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിനെതിരെ മുൻ മന്ത്രി കെ.ടി. ജലീൽ തെളിവ് സഹിതം ആരോപണങ്ങൾ ഉന്നയിച്ചത് മിനിഞ്ഞാന്ന്. 3 പകലും 2 രാത്രിയും കഴിഞ്ഞിട്ടും മറുപടി പറയാൻ മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് വന്നിട്ടില്ല. പി.കെ. ഫിറോസ് FBയിൽ വന്നു. പക്ഷേ ആ കുറിപ്പിൽ ജലീലിനുള്ള മറുപടിയില്ല. ജലീലിൻ്റെ ആരോപണങ്ങൾ ഫിറോസിന് അങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാവുന്നതാണോ? കുന്നുകുലുങ്ങിയാലും കുഞ്ഞാച്ചി കുലുങ്ങൂല എന്ന മട്ടിൽ നിന്നാൽ മതിയോ ഫിറോസ്? പാലാരിവട്ടം പാലം തട്ടിപ്പ്, കാസർഗോഡ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പ്, നേതാക്കൾ തൊണ്ടിയോടെ പിടിയിലായ സ്വർണ്ണക്കള്ളക്കടത്തുകളുടെ പരമ്പര, മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ കരാർ തട്ടിപ്പ്, കവളപ്പാറ ഫണ്ട് തട്ടിപ്പ്, വയനാട് ഫണ്ട് തട്ടിപ്പ്, ഇവയൊക്കെ പുറത്തു വന്ന ആ സന്ദർഭങ്ങളിൽ മുസ്ലിം ലീഗ് കൈക്കൊണ്ടത് നിസ്സംഗതയും നിഷ്ക്രിയതയും നിശബ്ദതയുമാണ്. അത് തുടരാനാണോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പുറപ്പാട്? ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു ഡോക്ടർ കെ.ടി. ജലീൽ, പി ഷൈജൽ, മുൻ MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സജീവൻ, മാധ്യമപ്രവർത്തകൻ. മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക അതിഥിക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. വിളിച്ച നേതാക്കളെല്ലാം തിരക്ക് അറിയിച്ച് ഒഴിയുകയായിരുന്നു എന്ന് കൂടി ഔപചാരികമായി അറിയിക്കട്ടെ. ജലീൽ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഞങ്ങളിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ താങ്കൾ ഈ ആരോപണം ഉന്നയിച്ചിട്ട് 3 പകലുകൾ കഴിയുന്നു, 2 രാത്രി കഴിഞ്ഞിരിക്കുന്നു. അതെ, അടുത്ത രാത്രിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പ്രതികരണം ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹം ഫിറോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. പക്ഷേ അത് താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നുമുള്ള ഒരു മറുപടിയല്ല, ഒരു ട്രോൾ പോലെ ഒരു സംഗതിയായിരുന്നു. ഇപ്പോൾ എന്ത് പ്രതികരിക്കും ഇതിനെപ്പറ്റി? കുറച്ചു കാലമായി മുസ്ലിം ലീഗിൽ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുകയാണ്. അതിൻ്റെ തുടക്കമായിരുന്നു ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നത്. 100 കണക്കിന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെയാണ് ലീഗ് നേതാക്കന്മാർ പറ്റിച്ചത്, പച്ചക്ക് വഞ്ചിച്ചത്. ഒരു ഗോൾഡ് ബിസിനസ് എന്നും പറഞ്ഞ് പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ആജീവനാന്ത സമ്പാദ്യം മുഴുവൻ അവർ ഓഹരിയാക്കി മാറ്റി. അതിന് നേതൃത്വം നൽകിയത് മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലയിലെ 2 പ്രമുഖരായിട്ടുള്ള ആളുകളായിരുന്നു. ഒന്ന് MC കമറുദ്ദീൻ MLA, അതുപോലെ തന്നെ ഫാഷൻ ഗോൾഡിൻ്റെ MD ആയിട്ടുള്ള തങ്ങൾ. അഖില ബൈത്തിൽപ്പെട്ടയാളാണ് തങ്ങൾ, പ്രവാചക കുടുംബത്തിൽ പരമ്പരയിൽപ്പെടുന്നയാൾ. ഇരുവരും മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ്. അവർ 2 പേരും ഇപ്പോഴും ജയിലിലാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. MC കമറുദ്ദീൻ ഇടയ്ക്കിറങ്ങിയിരുന്നു, പിന്നെ അടുത്ത കേസിന് അദ്ദേഹം ജയിലിലായി. EDയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ കള്ളപ്പണവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കേസിലാണ് ഇപ്പോൾ ഇവർ ജയിലറക്കുള്ളിൽ കിടക്കുന്നത്. മുസ്ലിം ലീഗ് പക്ഷേ ഈ 2 നേതാക്കന്മാർക്കെതിരെയും ഒരു അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ സമാനമായ തട്ടിപ്പുകൾ എല്ലാവരും നടത്തുകയാണ്. ലീഗിന് കഴിഞ്ഞ 10 വർഷം ഭരണമില്ല എന്നുള്ളത് ലീഗ് നേതാക്കന്മാർക്ക് അനുഭവവേദ്യമാകാതെ പോയത് ഈ തട്ടിപ്പുകൾ കൊണ്ടാണ്. അവർ നാട്ടുകാരെ പറ്റിക്കുന്നതിലേക്ക് കടക്കുന്നതിന് മുൻപ് അതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ എന്നുള്ള നിലയിലാണ് ലീഗിൻ്റെ അണികളെ തന്നെ പറ്റിക്കുവാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ തുടർച്ചയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ TP ഹാരിസ് എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരായി ഉയർന്ന ആരോപണം. 50 കോടി രൂപയാണ് അദ്ദേഹം തട്ടിപ്പ് നടത്തിയത്. അദ്ദേഹവും ജയിലിലാണ്.
അദ്ദേഹം തവനൂർ ജയിലിലാണ്. തവനൂരിലാണ് സംസ്ഥാന സർക്കാർ സെൻട്രൽ ജയിൽ സ്വാതന്ത്ര്യാനന്തരം ആദ്യമായിട്ട് സ്റ്റേറ്റിൽ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ അതുകൊണ്ട് ലീഗുകാർക്കൊരു ഗുണമുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂരിലേക്കും തൃശ്ശൂരിലേക്കും മറ്റു വിദൂര സ്ഥലങ്ങളിലേക്ക് ലീഗ് നേതാക്കന്മാരെ കാണാൻ പോകുന്നതിന് പകരം അവർക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ സൗകര്യമൊരുക്കി എന്ന് പറയുന്നതാകും ശരി. അതിൽ പല ലീഗുകാരും എന്നെ മനസ്സുകൊണ്ടെങ്കിലും അഭിനന്ദിക്കുന്നുണ്ടാകും. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടത്തിനെതിരായി കോടികളുടെ അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായി ഒരു തരത്തിലുള്ള അച്ചടക്ക നടപടിയും ലീഗ് സ്വീകരിച്ചിട്ടില്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖയുടെ ഭർത്താവ് ജയിലിലായിരുന്നു ദിവസങ്ങളോളം ബാങ്കിൽ നടന്നിട്ടുള്ള ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് കോടതിയിൽ തന്നെ ഒരു കേസ് നിലവിലുണ്ട്, കുന്നംകുളം കോടതിയിൽ. എന്താണ് കേസ്? കത്തുവ, ഉന്നോവ എന്നീ സ്ഥലങ്ങളിൽ 2 പെൺകുട്ടികൾ അതിക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ടു, അതിനീചമായി കൊല ചെയ്യപ്പെട്ടു. ആ കണ്ണീര് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് വരെ പിരിവ് നടത്തി കോടികൾ സമാഹരിച്ചത്. അവസാനം ഇവർ പറഞ്ഞത് ഞങ്ങൾക്കാകെ കിട്ടിയത് 16 ലക്ഷം രൂപയാണ് എന്നാണ്. അതിൽ തന്നെ 6 ലക്ഷം രൂപയാണ് അവർ കത്തുവയിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് കൊടുത്തത് എന്ന് അവകാശപ്പെട്ടു. ആ പൈസ കൊടുത്തത് ചെക്ക് മുഖേനയാണോ ബാങ്ക് മുഖേനയാണോ എന്ന് ചോദിച്ചപ്പോൾ നേരിട്ടാണെന്ന മറുപടിയാണ് കിട്ടിയത്. നേരിട്ട് ഒന്നാമത് 6 ലക്ഷം രൂപ ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പാടില്ല. ബാങ്ക് മുഖേനയോ ചെക്ക് മുഖേനയോ ഒക്കെ പാടുള്ളൂ. ആ നിയമം ലംഘിച്ചു. ഗവൺമെൻറ്റാണ് കേസ് മുഴുവൻ നടത്തിയത്. എന്നാൽ ഇവർ പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഞങ്ങൾ പണം കൊടുത്തു എന്നാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ പണം വാങ്ങിയിട്ടില്ല എന്ന് പ്രോസിക്യൂട്ടർ തന്നെ വ്യക്തമാക്കി. പല കമ്മിറ്റികളും ബാങ്കിലൂടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഈ ഫണ്ട് കൈമാറാതെ നേരിട്ട് കൈമാറിയിട്ടുണ്ട്. മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി പ്രത്യേക യോഗം വിളിച്ച് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പണം സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ നേരിട്ടാണ് വാങ്ങിയത്. ഒരു കണക്കും കയ്യും കത്തുവ ഉന്നോവ ഫണ്ട് പിരിച്ച വകയിൽ യൂത്ത് ലീഗിൻ്റെ കയ്യിലില്ല. അവരത് പുറത്തുവിടട്ടെ. അത് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പുറത്തുവിടാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം തയ്യാറാവണം. എന്താണ് അവർക്കതിന് മടി? പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുന്നത് ഞങ്ങളല്ല, ഇത് പറയുന്നവരല്ല, ഇത് ചെയ്യുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള നേതാക്കന്മാരെ മുൻനിർത്തി എത്ര കാലം ലീഗിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും? ആർക്കും ആരെയും മാഷ് നിരന്തരം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അക്കമിട്ടോ തെളിവുകൾ നിരത്തിയോ വാർത്താ സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ അതിനോട് ഔദ്യോഗികമായും ഔപചാരികമായും മൗനം എന്നതാണ് ലീഗ് നേതൃത്വത്തിൻ്റെ, ലീഗിൻ്റെ പോഷക സംഘടനാ നേതൃത്വങ്ങളുടെ നിലപാട്. ഒപ്പം തന്നെ എണ്ണപ്പെട്ട നേതാക്കളുടെയും. ഒപ്പം ചിലരെങ്കിലും ചില മറുപടി പറയുന്നുണ്ട്. മാഷ് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. വീണ്ടും തിരിച്ചു വരാൻ കളമൊരുക്കുകയാണ്. CPM പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത് എന്നത് മുതൽ സംഘപരിവാറിനെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നത് വരെയുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നു. മറുപടി: എന്ത് കാര്യങ്ങൾ ലീഗ് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാലും അവർ പറയുക മുസ്ലിം സമുദായത്തിനെതിരായി ഇതാ ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ്. ലീഗിൻ്റെ സംഘടിത ശക്തി തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണിത് എന്നാണ്. അത് പറഞ്ഞുകൊണ്ടാണ് അവർ രക്ഷപ്പെടാറ്. ഏതെങ്കിലും മുസ്ലിം പേരുകാരനല്ലാത്ത ഒരാൾ ലീഗിനെ വിമർശിച്ചാൽ അതിനെ അപ്പം തന്നെ ഡൈവേർട്ട് ചെയ്യാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ശ്രമിക്കും. ഇതാ മുസ്ലിം സമുദായത്തിൻ്റെ സംഘടിത ശക്തിയെ തകർക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, നമ്മൾ ഒരുമിക്കണം എന്ന് പറയും. പക്ഷെ ഞാൻ പറയുമ്പോൾ അതവർക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ലീഗിൻ്റെ നേതൃത്വം മൗനം അവലംബിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു നേതാവിനും ഈ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന ആളുകൾക്കെതിരായി ഒരക്ഷരം പറയാൻ കഴിയില്ല.
നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. 2021 തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ PK ഫിറോസ് എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് താൻ 25 ലക്ഷം രൂപ കടക്കാരനാണ് എന്നാണ്. ആരൊക്കെയാണ് തനിക്ക് കടം തന്നത് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന വിവരവും അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ 4 വർഷം മുമ്പ് കടക്കാരനായ ഒരാൾ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപം വേണ്ട സംരംഭങ്ങളുടെ ആളായിട്ട് മാറിയത്, സംരംഭകനായിട്ട് മാറിയത്? കൊപ്പത്ത് യമ്മി എന്ന് പറയുന്ന ഫ്രൈഡ് ചിക്കൻ, അതിൻ്റെ ഫ്രാഞ്ചൈസി PK ഫിറോസിൻ്റേതാണ്. അത് നിഷേധിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. അദ്ദേഹം അത് നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല, തൻ്റേതാണത് എന്ന് സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റേതാണത് എങ്കിൽ എന്തിനാണ് അദ്ദേഹം സ്വന്തം പേരിൽ ലൈസൻസ് എടുക്കാതെ തിരുനാവായക്കാരനായിട്ടുള്ള ഒരു മുഹമ്മദ് അഷറഫിനെ മുൻനിർത്തി ലൈസൻസ് എടുത്തത്? കള്ളത്തരത്തിനല്ലേ അത്? ഹൈലൈറ്റ് മാളിൽ കോഴിക്കോട് യമ്മിയുടെ തന്നെ മറ്റൊരു ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസി ഉണ്ട്. അവിടെയും ഞാൻ പോയി, കൊപ്പത്തും പോയിരുന്നു. ഇന്ന് ഞാൻ അവിടെയും പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു, പൈസ കൊടുത്തു, ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. നിക്ഷേപം എത്ര കണ്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അത് അദ്ദേഹത്തിൻ്റേത് ആണെന്നുള്ള വ്യാപകമായ പരാതിയും ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്നോട് പറയുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരാണ്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. കൊപ്പത്തുള്ള ഈ ഫ്രൈഡ് ചിക്കൻ, യമ്മി ഫ്രൈഡ് ചിക്കൻ, അതിൽ തനിക്കുള്ള പങ്കാളിത്തം അംഗീകരിക്കുന്ന തരത്തിലാണ് ഇന്ന് ഫിറോസിൻ്റെ FB പോസ്റ്റ് വന്നിട്ടുള്ളത്. പക്ഷേ താങ്കൾ ഉന്നയിച്ച മറ്റ് പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്നും സ്പർശിക്കാതെ, അതിനൊന്നും മറുപടിയില്ല. അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിക്കോ സംഘടനയ്ക്കോ അതിന് മറുപടിയില്ല. ഇപ്പോൾ ദുബായിലെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, പ്രതിമാസം ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ അദ്ദേഹം അഭിഭാഷകനാണ്. അദ്ദേഹം ഇവിടെ സംഘടനയുടെ ചുമതലയുള്ള നേതാവായി പ്രവർത്തിക്കുന്നു. അത് ഒരു ആരോപണമാണ്, ധാർമ്മികമായും നിയമപരമായും ഒക്കെ ഉള്ള ആരോപണമാണ്. അവിടെയുള്ള നിയമമനുസരിച്ച് അത്തരത്തിൽ അവിടെ ഒരു മുഴുസമയ ജോലി ചെയ്യുന്ന ആൾ മറ്റ് ജോലി ചെയ്യരുത് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരാരോപണം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ബ്ലൂഫിൻ വില്ല പ്രോജക്റ്റ്, ബ്ലൂഫിൻ ട്രാവൽസ് മുതൽ ധോത്തി ചലഞ്ച് അടക്കമുള്ള ഹവാല, റിവേഴ്സ് ഹവാല ഇടപാടുകൾ ഉണ്ട് എന്നതടക്കമുള്ള അദ്ദേഹം UDFിലെ യുവനേതാക്കളെ പോലെ കച്ചവട മാഫിയ യിൽ ഉൾപ്പെട്ട ഒരാളാണ് എന്നതടക്കമുള്ള ആരോപണം താങ്കൾ ഉന്നയിച്ചിരിക്കുന്നു. ഒന്നിനും മറുപടിയില്ല. ഇതുമാത്രമാണ് ഭാഗികമായി ഏറ്റെടുത്തിരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് താങ്കളെ ആക്രമിക്കാനാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറുപടി. നമ്മൾ വെറുതെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ല. എല്ലാം വളരെ വ്യക്തമായി ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ, വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട്ട് ഹൈലൈറ്റ് മാളിലുള്ള യമ്മിയുടെ ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസി അദ്ദേഹത്തിൻ്റെതാണോ? ആരാണ് ലൈസൻസി? കോഴിക്കോട് കോർപ്പറേഷനിൽ ലൈസൻസി ആരാണെന്നുള്ളത് വിവരാവകാശം കൊടുത്താൽ കിട്ടുന്ന കാര്യമാണ്. അവിടെയും അദ്ദേഹത്തിൻ്റെ പേരിലാവൂല, വേറെ ഏതെങ്കിലും ഒരു ബിനാമിയുടെ പേരിലാകും. ഇത്ര കണ്ട് സ്ഥാപനങ്ങൾ, അത് ഇവിടെയുള്ള സ്ഥാപനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ആവശ്യമുള്ള ഒരു വില്ല പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതുപോലെ തന്നെ ബ്ലൂഫിൻ എന്ന പേരിൽ ഒരു ട്രാവൽസ് വളരെ വെൽ ഫർണിഷ്ഡായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇതിനൊക്കെയുള്ള പണം, നിക്ഷേപിക്കാനുള്ള പണം എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്? അതാണ് നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിതാവ് ബിസിനസ്സുകാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് KSRTCയിലെ ഒരു ഡ്രൈവറായിരുന്നു. ആ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം ചില സ്ഥാപനങ്ങളിൽ മാനേജരായിട്ട് പ്രവർത്തിച്ചു. കുറച്ചൊക്കെ അദ്ദേഹത്തിന് ഷെയറും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ആ സ്ഥാപനങ്ങൾ മുഴുവൻ പൊളിയാണ് ചെയ്തത്.
കച്ചവടത്തിൽ വലിയ നഷ്ടമാണ് ഫിറോസിൻ്റെ പിതാവിന് സംഭവിച്ചത്. അങ്ങനെ നഷ്ടം സംഭവിച്ച ഒരു പിതാവിൻ്റെ മകന് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ നിക്ഷേപിക്കാനുള്ള പണം? ഗൾഫിൽ അദ്ദേഹം പോയി അവിടെ ജോലിക്ക് കയറി എന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം അവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഫോർച്യൂൺ ജനറൽ ട്രേഡിംഗ് LLC എന്നുള്ള പേരിൽ ദുബായിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനം ഇറച്ചി കച്ചവടമാണ് അവരുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു സെയിലായിട്ട് പറയുന്നത് എങ്കിലും അവിടെ നടക്കുന്നത്, ആ സ്ഥാപനത്തിൻ്റെ മറവിൽ നടക്കുന്നത് റിവേഴ്സ് ഹവാലയാണ്. ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മളുടെ രാജ്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട്, നമ്മളുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർത്തുകൊണ്ട് ഇവിടെ നിക്ഷേപിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കാതെ മറ്റു രാജ്യങ്ങളിൽ നിക്ഷേപിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിച്ച് കള്ളപ്പണം മുഴുവൻ അങ്ങോട്ട് കടത്തുന്ന ജോലിയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ 5.25 ലക്ഷം രൂപ മാസ ശമ്പളം അദ്ദേഹം വാങ്ങുന്നത്. 5.25 ലക്ഷം രൂപയാണ്. ഒരു IT എഞ്ചിനീയർക്ക്, ഗൾഫിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയർക്ക് 5.25 ലക്ഷം രൂപ കിട്ടുമോ? കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 20,000 UAE ദിർഹം ശമ്പളമായും അതിന് പുറമെ 2,000 UAE ദിർഹം അദ്ദേഹത്തിൻ്റെ ട്രാവൽ എക്സ്പെൻസായും ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ രേഖകൾ സഹിതമാണ് നമ്മൾ പുറത്തുവിട്ടത്. എല്ലാം ലീഗിൻ്റെ പ്രവർത്തകന്മാർ തന്നതാണ്. ലീഗിൻ്റെ പ്രവർത്തകന്മാരാണ് ഇത്തരത്തിലുള്ള ആളുകളെ ഒതുക്കണം, ഇവർ വളർന്നാൽ മുസ്ലിം ലീഗിനെ ഇവർ വിറ്റ് കാശാക്കും എന്ന് വിശ്വസിച്ച് ലീഗിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മളോട് ഇതൊക്കെ പറയുന്നത്. ധോത്തി ചാലഞ്ച് എന്ന് പറഞ്ഞ് ഒരു പരിപാടി ഉണ്ടാക്കി 2,72,000 തുണികളാണ് അവർ അതിൽ വിറ്റഴിച്ചത് 600 രൂപ വെച്ച്. ആ തുണിക്ക് 200 രൂപ പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ GST ഉൾപ്പെടെയുള്ള ബില്ല് രാംരാജ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് അവർ സാധനം എടുത്തിരിക്കുന്നത്. ആ കമ്പനി അവർക്ക് കൊടുത്തിരിക്കുന്ന ബില്ല്, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് പുറത്തു വിടണം. നിങ്ങൾ എത്ര രൂപക്കാണ് തുണി എടുത്തത്, എത്ര രൂപക്കാണ് വിറ്റത്? 500-600 രൂപയുടെ വിലയുള്ള തുണി എന്നും പറഞ്ഞ് 200 രൂപ പോലും വിലമതിക്കാത്ത തുണി. അപ്പോൾ അവർ പറയുന്നത് അല്ല, 500 രൂപ തന്നെ ഉണ്ട് തുണിക്ക്, അല്ലെങ്കിൽ 600 രൂപയുണ്ട്, 725 രൂപയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ശരി, ഞാൻ സമ്മതിച്ചു. നിങ്ങൾ അതിൻ്റെ ബില്ല് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്ക്. ലീഗിൻ്റെ വിശ്വാസ്യത തകർക്കാൻ നിങ്ങളാണ് ശ്രമിക്കുന്നത്, ഞങ്ങളല്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളല്ല ശ്രമിക്കുന്നത്. ലീഗിനുണ്ടായിരുന്ന വിശ്വാസ്യത തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഇപ്പം ഇവർ ന്യായം കണ്ടെത്തുക. രാഷ്ട്രീയക്കാർക്ക് എന്താ ബിസിനസ് ആയിക്കൂടെ? ബിസിനസ് ആവാം, പക്ഷേ ആ ബിസിനസ്സിൽ ഇറക്കുന്ന പണം എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാൻ ഇവർ ബാധ്യതപ്പെട്ടവരല്ലേ? അപ്പൊ CH മുഹമ്മദ് കോയ സാഹിബ് ഒരു പോയത്തക്കാരനായിരുന്നു എന്നല്ലേ നമ്മൾ കരുതേണ്ടത്? CH മുഹമ്മദ് കോയ സാഹിബ് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളും മുഴുവൻ പണയത്തിലായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ CHന് എന്തേ ബിസിനസ് അറിയുമായിരുന്നില്ലേ? KM സീതി സാഹിബ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയുടെ എല്ലാം എന്ന് വിശേഷിപ്പിക്കാവുന്ന നേതാവ്, കേരളത്തിൻ്റെ മുൻ സ്പീക്കറായിരുന്നു. സമ്പന്നനായി ജനിച്ച് ദരിദ്രനായി മരണപ്പെട്ട നേതാവാണ് KM സീതി സാഹിബ്. സീതി സാഹിബ് പോയത്തക്കാരനായിരുന്നോ? ഖായിദമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വലിയ ധനാഢ്യനായിരുന്നു. അവസാനം തൻ്റെ വീട്ടിൽ ഇരിക്കാൻ ഒരു കസേര പോലും അതിഥികൾ കിട്ടുകൊടുക്കാൻ ഇല്ലാത്ത വിധം ദരിദ്രനായി. ഖായിദമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പോയത്തക്കാരനാണ് എന്ന് വിശ്വസിക്കണോ? ആരാ യോഗ്യന്മാർ? ഈ ഫിറോസിനെ പോലെയുള്ള ആളുകളോ? MC കമറുദ്ദീനെ പോലെയുള്ള ആളുകളോ? TP ഹാരിസിനെ പോലെയുള്ള ആളുകളോ? ഇസ്മായിൽ മൂത്തേടത്തെ പോലെയുള്ള ആളുകളോ? റഫീഖയുടെ ഭർത്താവിനെ പോലെയുള്ള ആളുകളോ? മുസ്ലിം ലീഗിൻ്റെ അമരത്തിരിക്കുന്ന പല പ്രമുഖന്മാരും അവരൊക്കെ തന്നെ പാവപ്പെട്ട ലീഗ് പ്രവർത്തകരെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാണക്കാട് തങ്ങന്മാർക്ക് സമൂഹം കൊടുക്കുന്ന ഒരു വിലയുണ്ട്. നിരവധി പള്ളികളുടെ കാളിമാരാണ് അവരിപ്പോൾ ഷെയർ ബിസിനസ് നടത്തുന്ന സ്വകാര്യ കമ്പനികളുടെ ചെയർമാൻ പദവിയും അലങ്കരിക്കുന്നു. ആ ചെയർമാൻ പദവികൾ പാണക്കാട് കുടുംബം ഉപേക്ഷിക്കണം. കാരണം ആ അഡ്രസ്സിൽ നിരവധി പേരാണ് ലക്ഷക്കണക്കിന് രൂപ തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഈ കമ്പനിയിലേക്ക് ഷെയറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനികളൊക്കെ തന്നെ പൂട്ടാനുള്ള കമ്പനിയാണ്.
അല്ലാതെ ലാഭം ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കാനുള്ള കമ്പനി അല്ല ഇത്. എത്ര എത്ര നേതാക്കന്മാർ, മൺമറഞ്ഞു പോയ നേതാക്കന്മാർ, പക്ഷേ പൊതുപ്രവർത്തനം അത്ര കണ്ടാണ് കണ്ടത്. ഞാൻ സത്യത്തിൽ CH-ന്റെ ജീവചരിത്രം വായിച്ച് മുസ്ലിം ലീഗിൽ സജീവമാകുകയും ലീഗ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ലീഗിലായിരുന്നപ്പോഴും ഇപ്പോഴും ഞാൻ ആ പാതയിൽ നിന്ന് ഒരണു പോലും, ഒരു ഇഞ്ച് പോലും വ്യതിചലിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇടപെടുകയാണ്. മാഷ് അനുവദിച്ചിരുന്ന ഒരു സമയം കഴിഞ്ഞു. മാഷ് തന്നെ പറഞ്ഞിരുന്നു മാഷ്ക്ക് പോകേണ്ടതുണ്ട് പെട്ടെന്ന്, അതുകൊണ്ട് മാഷോട് ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരം തേടിയിട്ട് പോകാൻ അനുവദിക്കണം എന്ന്. ഞങ്ങളതിന് തയ്യാറാണ്. അതുകൊണ്ടാണ് മറ്റതിഥികളിലേക്ക് പോകാതെ മാഷോട് തന്നെ ചോദിച്ചത്. ഒരു ചോദ്യം കൂടി. മാഷ് ഇപ്പോൾ CH-നെ ഉദ്ധരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ലീഗ് തന്നെ പറയുന്ന കാര്യം, ലീഗ് തന്നെ പറഞ്ഞും പ്രചരിപ്പിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നത്, കോഴിക്കോട് സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപ്പത്തരങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന പണം ഒരു കൊല്ലത്തേക്കുള്ളത് എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്കൊരു സർവകലാശാല തരാം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയും അങ്ങനെ ചെയ്തു എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള കഥകൾ കേട്ട് വളർന്നവരാണ് നമ്മൾ ഒക്കെ തന്നെയും. താങ്കളും അത് പറയുകയുണ്ടായി. അതേ ലീഗിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നതായി താങ്കൾ പറയുന്നത്. ഇതിൽ അണികൾക്ക് പ്രതിഷേധമുണ്ട്, അവരാണ് താങ്കൾക്ക് ഈ രേഖകൾ തന്നത് എന്നും താങ്കൾ പറയുന്നു. ആ പ്രതിഷേധം അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രൂപം പ്രാപിക്കുമോ? അതിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും എന്നാണ് ഏറെക്കാലം ലീഗിൻ്റെ കൂടി നേതാവായിരുന്ന താങ്കൾ കരുതുന്നത് എന്നത് ഒരു കാര്യം. താങ്കളുടെ ആരോപണങ്ങൾക്ക് നേരെ ഈ മൗനവും അവഗണനയും ആക്രമണവും, സൈബർ ആക്രമണവും, അരയ്ക്ക് താഴെയുള്ള ആക്രമണവും തുടർന്ന് പോകാനാണ് ലീഗിൻ്റെ ഉദ്ദേശമെങ്കിൽ താങ്കളുടെ അടുത്ത നടപടി എന്തായിരിക്കും എന്നുകൂടി, ലീഗിൽ എന്ത് സംഭവിക്കും, താങ്കളുടെ അടുത്ത നടപടി എന്തായിരിക്കും, അത് പറഞ്ഞിട്ട് താങ്കൾ പോകണമെന്ന് ഞാൻ പറയില്ല. താങ്കൾ ഞങ്ങളോട് ജോയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ജോയിൻ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി മാഷേ. മുസ്ലിം ലീഗ് പാർട്ടിയിൽ വളരെ ശക്തമായി ഈ അധാർമികതകൾക്കെതിരായി, ഈ തട്ടിപ്പുകൾക്കെതിരായി ചിന്തിക്കുന്നവരുടെ എണ്ണം ദിനേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഒന്നും പറയാത്തത് ടോപ്പ് മുതൽ താഴെ വരെ, മുടി മുതൽ അടി വരെ ഇതിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആർക്കും ആരെയും വിമർശിക്കാൻ കഴിയില്ല, ഉപദേശിക്കാൻ കഴിയില്ല, താക്കീത് ചെയ്യാൻ കഴിയില്ല. ഫിറോസിനെ താക്കീത് ചെയ്താൽ ഫിറോസ് ചോദിക്കും ഇവരോട്, നിങ്ങളുടെ മക്കളുണ്ടല്ലോ അവിടെയൊക്കെ നിക്ഷേപങ്ങൾ നടത്തി വലിയ ബിസിനസ് ചെയ്യുന്നു, എവിടെ നിന്നാണ് കിട്ടിയത് നിക്ഷേപത്തുക? കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് പല നേതാക്കന്മാരും ബിനാമിമാരെ വെച്ച് ഗൾഫ് നാടുകളിൽ നടത്തുന്നുണ്ടല്ലോ എന്ന് ഫിറോസ് ചോദിക്കും. അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം ഫിറോസ് സംഭരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഏർപ്പാടുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, അവരുടെ ചോരയും നീരുമാണ് മുസ്ലിം ലീഗ്. അവരുടെ അകമഴിഞ്ഞ സംഭാവനകളുടെ പ്രതിഫലനമാണ് മുസ്ലിം ലീഗ്. എത്രയോ മനുഷ്യരുടെ സമ്പത്തിൻ്റെ വിറ്റഴിക്കപ്പെട്ടതിൻ്റെ കഥകൾ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ വേണ്ടി കഴിയും. ആ ചരിത്രമുള്ളപ്പോഴാണ് ഇവരിപ്പോൾ പറയുന്നത് ലീഗിൻ്റെ നേതാക്കന്മാർക്ക് എന്താ പണം സമ്പാദിച്ചുകൂടെ, അവർക്ക് ബിസിനസ് ചെയ്തുകൂടെ, യൂറോപ്പിലൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെയാണല്ലോ. ഈ യൂറോപ്യൻ രാഷ്ട്രീയക്കാരെ CH-ന് പരിചയമുണ്ടായിരുന്നില്ലേ? CH എന്തേ സമ്പാദിക്കാതിരുന്നത്, ബിസിനസ് ചെയ്യാതിരുന്നത്? CH മുഴുസമയം മുസ്ലിം ലീഗുകാരനായിരുന്നു. യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ ഞാനും 4 കൊല്ലം 5 കൊല്ലത്തോളം. ആ കൊല്ലത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു സാമ്പത്തിക ഇടപാട് എനിക്ക് നടത്താൻ തോന്നിയിട്ടില്ല. കാരണം ഞാൻ CH-നെ വായിച്ചും പഠിച്ചുമാണ് മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചതും അവസാനം വരെയും പൊതു രാഷ്ട്രീയ രംഗത്ത് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നതും. ആ ജീവിത പന്ഥാവ് തുടർന്നുകൊണ്ട് എന്നിട്ട് ഇവർ പറയാണ് യൂറോപ്പിൽ രാഷ്ട്രീയക്കാർക്ക് സമ്പത്തുണ്ട്, ട്രംപ് വലിയ മുതലാളിയല്ലേ, അയാൾ അമേരിക്കയുടെ പ്രസിഡൻ്റായില്ലേ, അതുപോലെയാണോ? അങ്ങനെയാണോ ഒരു മുസ്ലിം ലീഗുകാരൻ പറയേണ്ടത്, ചിന്തിക്കേണ്ടത്? ലീഗിൻ്റെ അനുയായികൾ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ഇതിനെതിരായി ശക്തമായിട്ടുള്ള പ്രതിഷേധം മുസ്ലിം ലീഗിൽ ഉയർന്നു വരുന്നുണ്ട്. എന്നെങ്കിലും അത് മറനീക്കി പുറത്തു വരും, ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട ആർക്കും. ഒരു കുടുംബത്തിൻ്റെയും സമഗ്രാധിപത്യം എക്കാലവും നിൽക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട.
പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുടുംബക്കാർക്കെതിരായി വലിയ അനീതി പിൽക്കാലത്ത് ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ വേണ്ടി കഴിയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവാചകൻ്റെ മകളുടെ മക്കൾ ഹസൻ ഹുസൈൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ്റെ പേരക്കുട്ടിയെ പ്രവാചകൻ മരിച്ച് എത്ര വർഷം കഴിയുന്നതിന് മുൻപാണ് ഭാര്യയെ കൊണ്ട് വിഷം കൊടുപ്പിച്ചു കൊന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിലിട്ട് വെട്ടിക്കൊന്നത്. അന്നത്തെ യസീദ് എന്ന് പറയുന്ന ഭരണകർത്താവിൻ്റെ ഗവർണർ കർബലയിൽ നിന്ന് ഹുസൈൻ്റെ തല ബാഗ്ദാദിലേക്ക് കൊടുത്തയച്ചു. അത്രയും വലിയ ക്രൂരത പിൽക്കാലത്ത് വന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുടുംബത്തോട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഒരു പാഠമാണ്. ഒരു കുടുംബത്തിൻ്റെയും അപ്രമാദിത്വം അങ്ങനെ എല്ലാ കാലവും നിലനിൽക്കില്ല. അങ്ങനെ നിലനിൽക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ശരിയുടെ വഴിയിലൂടെ അവർ മുന്നോട്ട് പോകണം. ദുർഭരണാധികാരികളാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരക്കുട്ടികളെ അതിക്രൂരമായി നീചമായ കുടുംബത്തെ മുഴുവനായും വകവരുത്തിയത്. ക്രൂരന്മാരായിട്ടുള്ള ഭരണകർത്താക്കൾ, ഭരണാധികാരികൾ. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ലീഗ് നേതൃത്വത്തിന് ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ അവരത് ഗ്രഹിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത നടപടി എന്തായിരിക്കും? ഞങ്ങളാരും അതിനെ വിമർശിക്കുന്നില്ല. തീർച്ചയായും ഇതിനെതിരായി ഇപ്പോൾ തന്നെ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റു പലരും മറ്റു പല ഏജൻസികൾക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായി പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്ത് നിയമപരമായിട്ട് പോകണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഫിറോസ് തൻ്റെ പ്രൊഫഷൻ എന്നുള്ള നിലയിൽ പ്രകടന പത്രിക അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ പേപ്പറിൽ എഴുതി കൊടുത്തത് ലോയർ എന്നാണ്. എന്നാൽ ഒരു ലോയർക്ക് 5.25 ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന ജോലി, എന്ത് ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്? അത് അദ്ദേഹം പറയട്ടെ. എന്തിനാണ് അദ്ദേഹം മടിച്ചു നിൽക്കുന്നത്? 5.25 ലക്ഷം രൂപയുടെ പ്രവൃത്തി എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ആസ് എ സെയിൽസ് മാനേജർ, മുസ്ലിം ലീഗിൻ്റെ സെയിൽസ് മാനേജറാണ് അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. ലീഗിനെ ശത്രുക്കൾക്ക് വിൽക്കാനുള്ള മാനേജർഷിപ്പാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് റിവേഴ്സ് ഹവാല, കോടിക്കണക്കിന് ഇവിടെ നിക്ഷേപിക്കേണ്ട പണം, ആ പണം UAE കടത്തുന്ന പണി, അതിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അദ്ദേഹം തൻ്റെ മേൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന രഹസ്യങ്ങളുടെ പുകമറ അത് നീക്കം ചെയ്യാത്തിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് മുസ്ലിം ലീഗ് നേതൃത്വമാണ്. ലീഗ് നേതാക്കന്മാർ ഇവനോട് പറയണം, ഫിറോസിനോട് പറയണം. ചോദിച്ച ചോദ്യങ്ങൾ, ജലീലാണ് ചോദിച്ചത്, നമ്മളുടെ ശത്രുവാണ്, ശരി തന്നെ. പക്ഷേ ആ ചോദിച്ച ചോദ്യങ്ങളിൽ പ്രസക്തിയുണ്ട്, ഉത്തരം പറയണം. ധോത്തി ചാലഞ്ചിൽ എത്ര രൂപക്കാണ് തുടി വാങ്ങിയത് എന്നുള്ളതിന് ബില്ലുണ്ടാകുമല്ലോ, അത് നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കണം. കത്തുവ ഉന്നോവ ഫണ്ട് എത്രയാണ് സമാഹരിച്ചത് എന്ന കണക്കുണ്ടാകുമല്ലോ, അത് നാട്ടിലെ ജനങ്ങളോട് പറയണം. എന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ വിശ്വാസ്യതയിൽ വീണ ഈ പാടുകൾ മായ്ക്കണം. ഞങ്ങളല്ല ലീഗിൻ്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ലീഗിനകത്തുള്ളവരാണ് എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. നന്ദി മാഷേ. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോവുകയാണ്. ഷൈജൽ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ജലീൽ മാഷ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. തുടർന്നുള്ള കാര്യങ്ങൾ മുൻനിർത്തി അദ്ദേഹം ഇപ്പോൾ വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് മറ്റൊരു കാര്യത്തിന് പോകേണ്ടതുണ്ട്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ 27 മിനിറ്റ് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് താങ്കളിലേക്കൊക്കെ വരാൻ വൈകിയത്. ഇതാ, അദ്ദേഹം പറഞ്ഞിടത്ത് കാര്യങ്ങൾ നിൽക്കുന്നില്ല. അതിനും അപ്പുറത്താണ് ഇപ്പോൾ ഫിറോസും അവരടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വവും നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന തരത്തിലാണ് ഞങ്ങൾക്കൊക്കെയും കിട്ടുന്ന സൂചനകൾ. ഇപ്പോൾ തന്നെ പറഞ്ഞു, അദ്ദേഹം അഭിഭാഷകനാണ്. അഭിഭാഷകന് ജോലി ചെയ്യാൻ വിലക്കുകളുണ്ട്. അതെല്ലാം നിയമപരമായി തന്നെ മറികടന്നാണോ അദ്ദേഹം ജോലി ചെയ്തിരിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കുന്ന ഒരാൾ വിദേശത്തൊരു മുഴുവൻ സമയ ജോലി കൂടി ചെയ്യുന്നു എന്നതിൻ്റെ പ്രശ്നമുണ്ട്. അവിടുത്തെ നിയമമനുസരിച്ച് അത്തരത്തിൽ ഒരു ആൾക്ക് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യാനാവില്ല എന്ന പ്രശ്നമുണ്ട്. അത് കുറ്റകൃത്യമാണ് എന്നതുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഈ ഫിറോസ് നേരിടുന്ന പ്രശ്നങ്ങളുടെ മാനങ്ങൾ കൂടിക്കൂടി വരുന്നു എന്നാണ്
പ്രതികരണങ്ങൾ കാണുമ്പോൾ, ആളുകൾ നൽകുന്ന വിവരങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഷൈജൽ ഒരു കാലത്ത് MSFൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് താങ്കൾ. ഇപ്പോഴും മുസ്ലിം ലീഗുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള, അതിൻ്റെ അന്തർനാടകങ്ങൾ അറിയുന്ന ആളാണ്. ഷൈജലിൻ്റെ നിഗമനങ്ങൾ എന്താണ്? താങ്കള് പറഞ്ഞതുപോലെ ഞാനിപ്പോ താങ്കൾ പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട ജലീൽക്ക പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. ജലീൽക്ക പറഞ്ഞു വെച്ചെടുത്തുള്ള വിഷയം അത് ഏറെ പ്രസക്തമാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട് ഷൈജൽ, തുടരും. യഥാർത്ഥത്തില് ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ അഡ്വക്കേറ്റ് ആക്ട് സെക്ഷൻ 49 പ്രകാരം, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങള് സെക്ഷൻ 49 പ്രകാരം ഇവിടെ വക്കീലായിട്ട് എൻറോൾ ചെയ്യപ്പെട്ട ഒരാള്, ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും മറ്റൊരു തൊഴിൽ ചെയ്യാൻ പാടില്ല. അത് ആ ലോയൽ പ്രൊഫഷന്റെ എത്തിക്സിന് വിരുദ്ധമായ കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ലംഘിച്ചുകൊണ്ടാണ് ഫിറോസ് പോകുന്നത് എന്നുള്ളത് ഏറ്റവും എടുത്തു കാണിക്കപ്പെടുന്നത്. നേരത്തെ ജലീൽ സാർ പറഞ്ഞു വെച്ച അതിലുള്ള ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. അത് ഇന്ത്യൻ അഡ്വക്കേറ്റ് ആക്ടിന്റെ സെക്ഷൻ 49 പ്രകാരം അതിന്റെ വയലേഷൻ ആണ് ഈ ഫിറോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UAE-യിലെ വയനാട്ടിൽ നിന്ന് ജോയിൻ ചെയ്ത ഷൈജലിൻ്റെ ആയുള്ള ബന്ധത്തിൽ സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരിക്കുന്നു. ഞാൻ സജീവനിലേക്ക് വരികയാണ്. സജീവൻ, നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ കഥ. ആ മുസ്ലിം ലീഗ് ഇന്ന് നേരിടുന്നത് ഇങ്ങനെ ഒരു സ്ഥിതിയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾ എന്ത് കമൻറ്റ് ചെയ്യും? ആരോപണങ്ങൾ ഒരു രാഷ്ട്രീയ കക്ഷി നേരിടാം, അതിൻ്റെ നേതാക്കൾ നേരിടാം. അതിനോട് പ്രതികരിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ലീഗിൻ്റെ പ്രതികരണങ്ങൾ വരുന്നില്ല എന്ന നിരീക്ഷണമാണ് മാധ്യമപ്രവർത്തകരായ ആളുകൾക്കൊക്കെ ഇപ്പോൾ തോന്നാനിട. താങ്കളും അത് പങ്കിടുന്നുണ്ടോ? ലീഗ് എന്താണ് നേരിടുന്നത്? അതിൻ്റെ ആഘാതം എന്താണ്? അതിൻ്റെ അഭൂതപൂർവമായ അതിൻ്റെ ഒരു നിലവയെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ലീഗ് എന്ത് ചെയ്യണം? NPC ഇന്നത്തെ ചർച്ച തന്നെ നോക്കിയാൽ അറിയാം. താങ്കൾ തന്നെ പറഞ്ഞു ലീഗിന്റെ പ്രതിനിധികളെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന്. ജലീൽ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹം ഇവിടെ ഈ ചർച്ചയിലും വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ ഈ ചർച്ച നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ലീഗിന്റെ നേതാക്കന്മാർ, ലീഗിന്റെ പ്രതിനിധികൾ വന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ജലീൽ പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട. അതൊക്കെ തെറ്റാണ് എങ്കിൽ അത് സ്ഥാപിക്കാനുള്ള അവരുടെ അവസരമാണ് അവർ വേണ്ട എന്ന് വെക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരെങ്ങനെ ചെയ്യില്ല. കാരണം നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന, നമുക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണം തെറ്റാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അക്കപ്പെട്ടുകൊണ്ട് തന്നെ പറയും. ഇവിടെ ആരും വന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ പറഞ്ഞ ഓരോ ആരോപണത്തിനും മറുപടി പറയേണ്ടവർ അതിന് മറുപടി പറയുന്നില്ല എങ്കിൽ അവർക്ക് ഒന്നുകിൽ മറുപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം രാഷ്ട്രീയത്തില് ഇങ്ങനെ ഒരു കാര്യം പുറത്തേക്ക് പറയുമ്പോൾ ഇപ്പൊ PK ഫിറോസിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്നു, 5.5 കോടി 5.5 ലക്ഷവും ശമ്പളം കിട്ടുന്ന രൂപത്തിൽ ജോലി ചെയ്യുന്നു, ഇവിടെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു പറയുമ്പോൾ ഉണ്ടാവുന്ന നിയമപ്രശ്നമുണ്ട്. അത് തെറ്റാണ്. അവിടെ ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ല, ഇത് തെറ്റായ ആരോപണമാണ് എന്നെങ്കിലും ഒന്നുകിൽ ഫിറോസിന് പറയാം, അല്ലെങ്കിൽ ഫിറോസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ലീഗ് പ്രതിനിധിക്ക് പറയാം. അതവർ പറയുന്നില്ല എങ്കിൽ അവർക്ക് അതിൽ ഉത്തരമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ ലീഗ് നേതാക്കന്മാർക്കെതിരെ, സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ ഉണ്ടാവുന്ന ആരോപണങ്ങൾ വരുമ്പോൾ അവരതിനെ നഖശിഖാന്തം എതിർക്കും. ഒരുപക്ഷെ അവർക്ക് യുക്തിയില്ലാത്ത എതിർപ്പായിരിക്കാം, എന്നാലും എതിർക്കാൻ അവർ വരും. കാരണം തങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണത്തിൽ തങ്ങൾ മറുപടി പറഞ്ഞില്ല എങ്കിൽ ജനം ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കും എന്ന ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോ ആ പേടി ഇല്ലായ്മയല്ല, മറുപടി പറഞ്ഞാൽ കൂടുതൽ കുടുങ്ങുമെന്നുള്ള ഒരു തോന്നലാണ് ഈ വരാതിരിക്കുന്നതിന് കാരണമെന്ന് ഞാൻ വിചാരിക്കും. കാരണം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഇപ്പൊ ജലീൽ ഇവിടെ പറഞ്ഞല്ലോ, ഓരോ കാര്യവും വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് തെളിവെന്താണ്? നിങ്ങൾ 2021 മത്സരിക്കുന്ന സമയത്ത് കൊടുത്തിരുന്ന അഫിഡവിറ്റ് സത്യവാങ്മൂലത്തിൽ എന്താണ് പറഞ്ഞത്? ഇപ്പോഴെത്രയാണ് നിങ്ങളുടെ വരുമാനം? നിങ്ങൾക്ക് ഈ വരുമാനം കിട്ടാനുള്ള സ്രോതസ് എന്താണ്? തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയണം. ഇത് ഫിറോസിന്റെ കാര്യം മാത്രമല്ല, അദ്ദേഹം ഉന്നയിച്ച പോലെ ഈ കാസർഗോഡ്
സ്വർണ്ണ ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളൊക്കെ മറുപടി പറയേണ്ട ബാധ്യത വേറെ ആർക്കില്ലെങ്കിലും ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിനുണ്ടല്ലോ. ഇതിൽ ഇത്തരത്തിൽ ഉള്ള ഓരോ ആരോപണം വരുമ്പോൾ അത് ലീഗിനെയാണല്ലോ ബാധിക്കുക. യൂത്ത് ലീഗിന്റെ നേതാവായാലും ലീഗിന്റെ പ്രാദേശിക നേതാവായാലും ആരായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ നടപടിയെടുക്കണം. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ജലീലിലൂടെ പറഞ്ഞുള്ളത്. കാസർകോട്ടെ ഈ ജ്വല്ലറി തട്ടിപ്പിന്റെ കാര്യത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? ജയിൽ കഴിയുന്ന ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അവർക്ക് ഒരു ശക്തമായ നടപടിയിലേക്ക് വന്നിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ വരുന്നില്ല എങ്കിൽ അവർക്കതിന് മറുപടി ഇല്ലാതെ ജനം വിശ്വസിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. രാഷ്ട്രീയത്തിലെ വലിയ പ്രശ്നം ജലീൽ പറഞ്ഞ പോലെ ഒരു കാര്യം, CH പോലെ CH നമുക്കറിയാം, അദ്ദേഹം വേണമെങ്കിൽ ലീഗിൽ ഒരു കാലത്ത് അക്കാലത്തെ കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന ആ ഒരു അധികാരമോ അല്ലെങ്കിൽ അതിനുള്ള അതിനുള്ള അവസരമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ആ അവസരം ഉപയോഗിച്ചില്ല മാത്രമല്ല ഒരിക്കൽ പോലും അത്തരത്തിൽ കറ പുരളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയില്ല. അത് CH ഒക്കെ ഒരു മഹത്വമാണ്. അപ്പൊ ആ മഹത്വമുള്ള നേതാക്കന്മാർക്ക് പിന്നാലെയാണ് ഇപ്പോഴിതുണ്ടാവുന്നത്. വളരെ കൃത്യമായിട്ടൊരു കാര്യം ജലീൽ പറഞ്ഞ് അവസാനിപ്പിച്ച് എനിക്ക് തോന്നുന്നു. കാരണം ജലീൽ പറഞ്ഞല്ലോ, ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും കാശ് സമ്പാദിക്കുന്നത് തിരിച്ചു ചോദിക്കാൻ ഫിറോസിനെ പോലുള്ള ആൾക്ക് കഴിയും എന്നുള്ളൊരു ഭയമുണ്ട്. ആ ഭയമാണ് ഈ ഒരു ചോദ്യവും ചോദിക്കാതിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാരണം മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടി, അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മുസ്ലിം ലീഗിന്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ തീവ്രമായിട്ടുള്ള നിലപാടെടുക്കാത്ത മുസ്ലിം പാർട്ടി, ഒരു സമുദായ പാർട്ടി എന്നുള്ള നിൽക്കുന്നത്, അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിൽ പല തീവ്ര രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പച്ച പിടിക്കാതെ പോയത് ലീഗിന്റെ ഒരു വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ആ വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നേതാക്കന്മാരെ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയല്ല വേണ്ടത്, അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് ഒന്നുകിൽ നടപടിയിലേക്ക്, അല്ലെങ്കിൽ അവർ നിരപരാധികളാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഫിറോസ് കുറ്റക്കാരനാണെന്നോ അദ്ദേഹം വലിയ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നോ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അതല്ലാതിരിക്കുന്ന മൗനം എന്ന് പറയുന്നത് വിദ്വാന ഭൂഷണം മാത്രമല്ല, അത് പലപ്പോഴും വിഡ്ഢികൾക്കോ അല്ലെങ്കിൽ ഈ പരാജിതർക്കോ ഒക്കെ ഉണ്ടാവുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. സജീവൻ വരാം. ഷൈജൽ, വീണ്ടും താങ്കൾ തിരിച്ചെത്തിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ കണ്ടിടത്ത് കേട്ടിടത്ത് ജനങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അല്ല കാര്യങ്ങൾ നിൽക്കുന്നത്, അതിലേറെ വലിയ കുറ്റകൃത്യങ്ങളുടെ നടുവിലാണ് ഫിറോസ് നിൽക്കുന്നത്, അതിന് മറുപടി പറയേണ്ടതുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം എന്നാണ് താങ്കൾ പറഞ്ഞു തുടങ്ങിയത്. തുടരും. ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അത് പിന്നെ അവിടുത്തെ ഫെഡറൽ ലോ അനുസരിച്ച് പോലും ഒരാൾക്ക് അവിടെ ജോലി ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ജോലി ആയിരിക്കണം. അത് ലോ നമ്പർ 33 2021 അവിടെ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതനുസരിച്ച് അവിടുത്തെ ഒരു ജീവനക്കാരന്റെ പിന്നെ ജോലിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ അവിടുത്തെ നിയമവും ഇവിടുത്തെ നിയമവും ഒരുപോലെ ലംഘിക്കുകയാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നിയമം മാത്രമല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ധാർമ്മികത പ്രശ്നം കൂടി ഇവിടെയുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട ധാർമ്മികമായ കാര്യങ്ങൾ PK ഫിറോസ് പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഇവിടെ എത്ര മാസം അദ്ദേഹം കേരളത്തിലുണ്ട്, ഒരു വർഷത്തിൽ എത്ര മാസം അദ്ദേഹം കേരളത്തിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കണം. ബഹുമാനപ്പെട്ട യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് അദ്ദേഹം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനയുടെ അധ്യക്ഷനായ ഇപ്പോ PK ഫിറോസിനെതിരെ പിന്നെ അധ്യക്ഷ നിലയ്ക്ക് PK ഫിറോസിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ വന്ന സ്ഥിതിക്ക് കേരളത്തിലെ ഈ യുവജന സംഘടന ജനറൽ സെക്രട്ടറി എത്ര മാസം അദ്ദേഹം കേരളത്തിൽ അവൈലബിൾ ആണ് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാവണ്ടേ? ഇവിടെ പാവപ്പെട്ട പ്രവർത്തകർക്ക് അവരുടെ പിന്നെ സർക്കാരിനെതിരെ അനാവശ്യ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ആ സമരങ്ങളുടെ പേരിൽ അവർക്ക് പിന്നെ അടിയും കേസും വാങ്ങിക്കൊടുത്ത് ഉടനെ അദ്ദേഹം സുഖ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കും സാമ്പത്തിക ലാഭത്തിനുമായിട്ട് വിദേശത്തേക്ക് പറക്കുകയും ചെയ്യുന്ന വളരെ അധാർമികപരമായ രീതിയിലേക്കാണ് യൂത്ത് ലീഗിനെ അദ്ദേഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട KT ജലീൽ മാഷ് വിവരിച്ച പോലെ അവിടെ അദ്ദേഹം ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന ആ സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തിന് നിക്ഷേപം വന്നിരിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ
യൂത്ത് ലീഗിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത പണമാണെന്നത് യാതൊരു തർക്കവും വേണ്ട. നേരത്തെ ഇവിടെ ഉയർന്നു വന്ന തെറ്റുപറഞ്ഞപ്പെട്ട കാര്യമാണല്ലോ, അദ്ദേഹം ഉയർത്തി കാര്യമാണല്ലോ ഈ മുണ്ട് വിവാദം. ആ മുണ്ട് വിവാദത്തിന്റെ വിഷയത്തില് 2022 കത്തില് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇന്നിപ്പോ പല യൂത്ത് ലീഗുകാരുടെയും ഞാൻ അവരുടെ കമന്റ് കണ്ടത് ഇത് ഇപ്പോഴത്തെ വിഷയമല്ല, അതിപ്പോ പ്രസക്തല്ലാണ്. ഞാൻ പറഞ്ഞത് ഒരു വിഷയത്തിന്റെ അതിന്റെ പോരായ്മ മനസ്സിലാക്കിയാൽ, അതിനകത്തുള്ള ക്രമക്കേട് മനസ്സിലാക്കിയാൽ അതിനെ അതേത് സമയത്ത് ഒന്ന് ഇടപെടട്ടെ. 2022 ഈ ധോത്തി പദ്ധതി അനൗൺസ് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി PK ഫിറോസ് ഇറക്കിയ സർക്കുലർ, അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഞങ്ങളത് കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ അത് വരും. അതനുസരിച്ച് തന്നെ 2 ലക്ഷം മുണ്ടുകൾ വിതരണം ചെയ്യാൻ വേണ്ടി ഓരോ ജില്ലയ്ക്കും കോട്ട കൊടുത്തുകൊണ്ടുള്ള ഒരു കത്താണ് അത്. അപ്പോൾ 2 ലക്ഷം മുണ്ടുകളെങ്കിലും 600 രൂപയ്ക്ക് ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള പദ്ധതി ഇട്ടിരുന്നു എന്നതിൻ്റെ തെളിവാണത്. അത് 2,72,000 മുണ്ടുകൾ അത്തരത്തിൽ വിതരണം ചെയ്തു എന്നാണ് ജലീൽ അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് ഇത്രയും മുണ്ടുകൾ വാങ്ങിയതിൻ്റെ ബില്ല്, അതിൻ്റെ നികുതി അടച്ചതിൻ്റെ ബില്ല് പരസ്യപ്പെടുത്തണം എന്ന വ്യക്തമായ ഒരു ആവശ്യമാണ് ജലീൽ ഉന്നയിച്ചിരിക്കുന്നത്. താങ്കൾക്ക് തുടരാം. ജലീൽ സാർ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. 2,72,000 മുണ്ടുകൾ അവർ അവസാനം അവരുടെ ആ ലൈവ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മുസ്ലിം ലീഗിന്റെ ഫണ്ടുകളൊക്കെ ആപ്പ് വഴിയാണ്. അത് ജനങ്ങളെ ആപ്പിലാക്കാനാണോ ആപ്പ് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ജനങ്ങൾ ആപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഒരു സിസ്റ്റം മുസ്ലിം ലീഗിനെ പഠിപ്പിച്ചു കൊടുത്തത് ഇത് തലപ്പത്തുനിന്ന് ആരംഭിക്കുന്നതല്ലോ. ഈ സാദിഖലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങൾ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായി വന്നതോടുകൂടി മുസ്ലിം ലീഗിൽ ആർക്കും എന്തും ആവാമെന്നൊരു പ്രതീതിയാണുള്ളത്. കാരണം അദ്ദേഹം തന്നെ ഇത്തരത്തിലുള്ള എത്രയധികം ബിസിനസ്സുകൾ ഏതൊക്കെ രാജ്യങ്ങളിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിറോസിനെ പോലെയുള്ള ഈ പാർട്ടിക്കകത്ത് MC കാർദിനെ പോലെയുള്ള ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്റെ പഴയ സഹപ്രവർത്തകനായിരുന്ന, ഞാൻ അന്ന് സംസ്ഥാന MSFന്റെ കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ ആ സമയത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരുന്നു പ്രിയപ്പെട്ട ഹാരിസ്. ആ ഹാരിസ് ഞാൻ അദ്ദേഹത്തിന്റെ ഈ കണക്കുകൾ ഞെട്ടിപ്പോയി. അപ്പൊ അദ്ദേഹത്തെ പോലെ ആളുകൾക്ക് ഇത് ചെയ്യാനുള്ള ധൈര്യം എവിടുന്നാന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, ഈ മോഹൻലാൽ പറഞ്ഞാൽ 64 അതേ രൂപത്തിലാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് ഹദിയ എന്നൊരു കാര്യം ഓർമ്മയുണ്ടാവും. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് മുസ്ലിം ലീഗിലെ ആപ്പുകളുടെ പിരിവ്. ഒരു നോമ്പ് കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ്യത ഏറ്റവും വലിയ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഹദിയ എന്ന് പറയുന്നത്. നോമ്പിന് നമ്മൾ ഒരാൾക്ക് ഒരു സദക്ക കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ഹദിയ കൊടുത്താൽ, ആ ഹദിയ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇരട്ടി പുണ്യം വിശ്വസിക്കുന്ന ആ ഹദിയ കാലത്ത് ആപ്പുകളുടെ പിരിവ് തുടങ്ങുന്നു. ഈ ഹദിയ കണ്ട ഫിറോസിയുടെ പണി എന്താണെന്ന് വെച്ചാൽ, PK ഫിറോസ് സാദിഖലി തങ്ങൾ ഹദിയ തിരിച്ചു. അദ്ദേഹം വളരെ ലൈവിൽ ഇങ്ങനെ ഭയങ്കരമായ സ്ക്രീനൊക്കെ ഇട്ട് അവസാന നിമിഷങ്ങൾ ഇത്ര പൈസ വരുന്നത് ഭയങ്കര ടെമ്പോ കൊടുത്തു, ഭയങ്കരമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടുവന്നു പിരിച്ചെടുത്തപ്പോ ഇത് കണ്ട ഫിറോസ് ഉടനെ നോമ്പ് കഴിഞ്ഞ ഉടനെ, അതൊരു ജൂൺ മാസത്തിലാണ് ഞാൻ എന്റെ ഓർമ്മയിൽ നിൽക്കുന്നത്, 2022 ഉടനെ അദ്ദേഹം സെപ്റ്റംബർ ഒക്ടോബർ മാസം യൂത്ത് ലീഗ് ഒരു ആപ്പുമായിട്ട് വരികയാണ്. ആ ആപ്പാണ് ധോത്തി ചാലഞ്ച്. ആ ധോത്തി ചാലഞ്ച് ആദ്യം അദ്ദേഹം സർക്കുലറുമായി പറഞ്ഞത് 2 ലക്ഷം മുണ്ടുകൾ കേരളത്തിലെ യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റികൾ, പഞ്ചായത്ത് ശാഖാ കമ്മിറ്റികൾ വഴി എന്നാണോ നീച്ചുവെക്കണം എന്നുള്ളതാണ്. അവിടെയും അദ്ദേഹം തന്റെ നേതാവിനെ തന്നെ ഫോളോ ചെയ്തു. ഇതില് കൃത്യമായ ഫോട്ടോ കൊടുത്തുവെങ്കിലും അവസാന നിമിഷം അവരുണ്ടാക്കിയെടുത്ത ഐപ്പുണ്ട്. ഒരു 2 മണിക്കൂർ നേരം, ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റിൽ 2 മണിക്കൂർ നേരം നിർത്താതെയുള്ള ഒരു ലൈവ് പ്രോഗ്രാമാണ്. അപ്പൊ ഇത് കാണുമ്പോൾ ഓരോ പഞ്ചായത്ത് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ഞങ്ങൾ ഫസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ ഇതിനെ ലൈവ് കാണുന്നത്, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഞങ്ങളായിരിക്കണം ഒന്നാമതെത്തേണ്ടത് എന്ന വാശി വെച്ചുകൊണ്ട് 2 ടാർഗറ്റ് ചെയ്തത് 2,72,000 ക്ലോസ് ചെയ്യാണ്. ഈ 2,72,000 ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, 2,72,000 മുതൽ 600 വെച്ച് കൂട്ടിയാലും 16,32,00,000 രൂപയാണ് കഴിയുക. എന്നാൽ ചില സാധുക്കളായ മനുഷ്യർ, എന്റെയൊക്കെ പഴയ സഹപ്രവർത്തകരായിരുന്ന ഒരുപാട് സാധുക്കളായ മനുഷ്യര്, ആ മനുഷ്യര് ഇവരുടെയൊക്കെ ഇതിനകത്തുള്ള ഈ ഒരു ആത്മാർത്ഥത കണ്ടപ്പോ അവർ പറഞ്ഞത് 100 രൂപ നമ്മുടെ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിക്കും
ബാക്കിയുള്ള 20 എന്ന അടിസ്ഥാനത്തിൽ 4 ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് ശാഖ കമ്മിറ്റികൾക്കും അങ്ങനെ 80 രൂപയും കൂടി സംഘടനയിലേക്ക് 150 രൂപ വരുന്നതാണ് എന്ന രൂപത്തിൽ പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടാണ് അവരെ ഈ സമരത്തിൽ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറെ സാധാരണക്കാരായ ആളുകളുടെ എൻ്റെ അടുത്തുള്ള കണക്ക്, അന്നത്തെ കണക്ക് ഞാൻ ശേഖരിച്ചാണ് പ്രകാരം ഈ 16,32,32,00,000 തിരഞ്ഞെടുത്ത അവർക്ക് 16,34,61,859 രൂപ ലഭിച്ചു എന്ന് ആ ലൈവ്, ആ ചാനൽ, അവരുടെ ആക്ടറുടെ ലൈവ്, അവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഫേസ്ബുക്കിലൂടെ അന്ന് അവർ ലൈവ് കൊടുത്തിരുന്നു. യൂത്ത് ലീഗിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയയിൽ ലൈവ് പോയിരുന്നു. ആ ലൈവിലൂടെ അവർ പറഞ്ഞു വെച്ചതാണ് ക്ലോസിംഗ്. കൃത്യം 8 മണിക്ക് ക്ലോസ് ചെയ്തതാണ് എന്നൂടെ അവർ പറഞ്ഞു. ക്ലോസ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ മെസ്സേജ് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോ കൃത്യമായി പറഞ്ഞു വെച്ചതാണ്. അപ്പൊ അവിടെയും ഈ മുണ്ടിനേക്കാൾ അധികം പണം ലഭിച്ചിട്ടുണ്ട്. അവിടെയും മുണ്ടിനേക്കാൾ അധികം പണം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ അധികം ലഭിച്ച പണം 180, ഞാൻ എന്റെ ചെറിയൊരു കണക്കൂടെ പറയാം, 180 രൂപ സംഘടനയ്ക്ക് ലഭിക്കുന്നു. 100 രൂപ സ്റ്റേറ്റ് കമ്മിറ്റിക്കും, 80 രൂപ പിന്നെ പഞ്ചായത്ത്, മണ്ഡലം, ശാഖ വരെയുള്ള 4 കമ്മിറ്റികൾക്ക് ലഭിക്കുന്നു. പിന്നെ പ്ലസ് ഈ മുണ്ടിന് ഏകദേശം 180 രൂപയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. 180 രൂപയെ മുണ്ടിനുള്ളൂ. അന്നത്തെ കണക്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 140-ന്റെയും 180-ന്റെയും ഇടയിൽ രൂപയുടെ മുണ്ടാണ് വാങ്ങിച്ചത് എന്ന് അന്നത്തെ ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം ആരോപണം ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ അന്ന് കമ്മിറ്റികൾ വളരെ വ്യാപകമായ ആരോപണം ഉന്നയിച്ചിരുന്നു. കാരണം കോട്ടൺ മുണ്ട് പിന്നെ പോളിസ്റ്റർ മിക്സ് ചെയ്യാൻ സാധനം കോട്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് പാക്ക് ചെയ്ത് കൊടുത്ത അവസ്ഥയിലേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ മുണ്ടിന് ഏകദേശം 180 രൂപ. ആ 180-ഉം 100-ഉം ഇതെല്ലാം കൂടി കൂട്ടി വന്നാൽ 320, ഏകദേശം 320 രൂപയാണ് പിന്നെ അവർക്ക് ആകെ ഉണ്ടാവുന്നുള്ളൂ ചെലവ് വരുന്നത്. ബാക്കി 240 രൂപ, ഞാനൊക്കെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ 240 രൂപ ഈ വിഷയത്തിനകത്ത് യൂത്ത് ലീഗിന്റെ അന്നത്തെ കൈകാര്യം ചെയ്ത ആളുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് അവർ സ്വകാര്യമായി മാറ്റിയെന്നതാണ് മനസ്സിലാക്കേണ്ടത്. 240 ഇൻറ്റു 2,72,000 എന്ന് പറയുമ്പോൾ 6,52,80,000 രൂപയാണ് ഈ ഒരു ധോത്തി ചാലഞ്ചിന്റെ ഭാഗമായി മാത്രം യൂത്ത് ലീഗ് നേതാക്കന്മാർ സമ്പാദിച്ചു എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമായ വിഷയമായിട്ടാണ് വരുന്നത്. ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇന്ന് ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി PK ഫിറോസിന്റെ ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എവിടെയും ആ ധോത്തി ചാലഞ്ചിന്റെ ഒരു കാര്യവും കാണാനില്ല. ഞാൻ ഡിലീറ്റ് ചെയ്തതെന്ന് പറയുന്നില്ല, അദ്ദേഹം ഹൈഡ് ചെയ്ത് ചെയ്യുന്ന അവസ്ഥയിലാണ്. പക്ഷെ ബഹുമാനപ്പെട്ട മുനവ്വർ ശിഹാബിനൊക്കെ ഐഡിയ ആയിട്ടില്ല. അദ്ദേഹം ചില കാര്യങ്ങൾ ഐഡിയ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലിങ്കിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ മുണ്ട് വിതരണം നടത്തിയ സമയത്ത് മുണ്ട് വിതരണം നടത്തിയതിന്റെ എന്റെ ഓർമ്മ ശരിയായ മുണ്ട് വിതരണം നടത്തിയത് കൃത്യമായി തന്നെ നടത്തിയിരിക്കുന്നത് 2022 ഡിസംബർ മുതൽ 2023 ജനുവരി മാസങ്ങളിലായിട്ടാണ് ഇവർ ഈ പർച്ചേസ് ചെയ്ത മുണ്ടുകൾ എന്തായിട്ടുള്ളത് ആളുകൾ വിതരണം. അപ്പോ വളരെ ഈ മുണ്ട് ലഭിച്ചു കഴിഞ്ഞപ്പോ പാവപ്പെട്ട പ്രവർത്തകർ ആ മുണ്ട് ഒരു തവണ അലക്കിയപ്പോഴാണ് അവർക്ക് ഇതിന്റെ ലഭിച്ചപ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി മനസ്സിലായി. എന്നാൽ അവരത് അതിന്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്നത് 720 രൂപയ്ക്കാണ് പല മുണ്ടിനും നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വന്നപ്പോ അവരിതിന്റെ അലക്കി കഴിഞ്ഞപ്പോഴാണ് ഈ മുണ്ടിന്റെ അവസ്ഥ അവർ മനസ്സിലായത്. അതിന്റെ പേരിൽ ഇന്ന് മുനവ്വർ ശിഹാബ് അതിന്റെ പോസ്റ്റുകളുണ്ട്. ഇന്ന് മുനവ്വർ ശിഹാബ് ഫേസ്ബുക്കിൽ ഉള്ള ആ ധോത്തി ചാനലിന്റെ അടിയിൽ നിരവധി യൂത്ത് ലീഗ് പ്രവർത്തകർ ഇന്നും പല പഞ്ചായത്തിന്റെയും മണ്ഡലത്തിന്റെയും ജില്ലകളുടെ പോലും ഭാരവാഹി തിരിച്ചു വരാം. വളരെ വിലപ്പെട്ട ഇതുവരെ ജലീൽ മാഷ് വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. ഇത് മുസ്ലിം ലീഗ് നേതൃത്വം ശ്രദ്ധിക്കട്ടെ, ലീഗിൻ്റെ അണികൾ ശ്രദ്ധിക്കട്ടെ, രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സജീവൻ, KT ജലീൽ ഇത് ഉന്നയിക്കുക മാത്രമല്ല, ഒരു വ്യക്തിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ പറയുക മാത്രമല്ല, അതൊരു ശൈലിയായി മുസ്ലിം ലീഗിൽ മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ UDFൻ്റെ യുവജന സംഘടനകളുടെ യുവജന നേതാക്കളുടെ ഒരു രീതിയും ഇതാണ് എന്ന് പറയുന്നു. അവർ രാഷ്ട്രീയത്തിലെ മാഫിയയായി, കച്ചവടവും കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ഒരു മാഫിയയായി മാറിയിരിക്കുന്നു എന്നൊരാരോപണവും ഉന്നയിച്ചു. അതൊരാരോപണമാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അത് ആരോപണമായി തന്നെ താങ്കൾ കാണുക. ആ ആരോപണം അസ്ഥാനത്താണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത മുസ്ലിം ലീഗിനുണ്ട്,
ഒപ്പം തന്നെ UDF-നും ഉണ്ട്. അങ്ങനെയല്ലേ നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പറഞ്ഞു വെക്കാൻ കഴിയുക? എന്ത് സംഭവിക്കണം മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും ഭാഗത്ത് നിന്ന് ഇനി എന്നാണ് താങ്കൾ കരുതുന്നത്? സജീവൻ. പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കന്മാരും എതിരാളികൾക്കെതിരെ, എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും എതിർ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് രാഷ്ട്രീയ ആയുധമായിട്ട് മാത്രം ഉന്നയിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇവിടെ ജലീൽ ഉന്നയിച്ചിരിക്കുന്നത് ഓരോന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനേക്കാൾ കൂടുതൽ ആ തെളിവിനോട് ആഡപ്പ് ചെയ്യാവുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഷൈജിലൂടെ പറഞ്ഞുള്ള കാര്യങ്ങൾ. വളരെ കൃത്യമായിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ വളരെ തെളിവുകളോടുകൂടി വരുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള ബാധ്യത തീർച്ചയായിട്ടും ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കുണ്ട്. ഒരു സംശയമില്ല. അത് പറഞ്ഞില്ല എങ്കിൽ പണ്ട് കാലത്ത് കരുണാകരന്റെ രീതി ഉണ്ടായിരുന്നു. നമുക്ക് NPC ഒക്കെ അറിയാവുന്ന കാര്യമാണ്. അത് എന്ത് ആരോപണം വന്നു കഴിഞ്ഞാലും കണ്ണിറുക്കിയിട്ട് ചിരിച്ചു തള്ളുക. കുറച്ച് കഴിഞ്ഞാൽ പലതവണ രണ്ടോ ദിവസങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ രംഗത്തുണ്ടാകും. പിന്നീട് അത് ഇല്ലാതായി തീരും എന്നൊരു തന്ത്രമായിരുന്നു കരുണാകരൻ എടുത്തിരുന്നത്. ആ തന്ത്രം ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്ന ഇന്നിപ്പോഴും നടപ്പാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആളുകൾ പക്ഷെ അത് നടപ്പാവില്ല. കാരണം ഇവിടെ ജലീല് പറഞ്ഞു വെറും ആരോപണം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു നിർത്തിയ ഒരു കാര്യം കൂടി വളരെ ശ്രദ്ധേയമാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, അടുത്ത ഘട്ടമായിട്ട് നിയമ നടപടി, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളിലേക്ക് കൂടി പോകും എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് അനന്തര നടപടി ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണല്ലോ. നമുക്കറിയാം ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാതിരുന്നാലും നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ഉത്തരം പറയേണ്ടി വരും. എവിടെ നിന്ന് കാശൊക്കെ വന്നു, എങ്ങനെയാണ് ഇത്രയും സമ്പാദ്യം ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് ഒരേ സമയത്ത് 2 പ്രൊഫഷനിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തേണ്ടി വരുമല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓരോന്നും അത് ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ഒതുങ്ങാൻ സാധ്യതയില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആരോപണം ഒരു വ്യക്തിയിലേക്ക് മാത്രമല്ല പല വ്യക്തികളിലേക്ക് കൂടി ഉണ്ടായിട്ടുള്ളതാണ്. അത് തടയാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കാസർകോട്ടെ ഈ സ്വർണ്ണ ജ്വല്ലറി തട്ടിപ്പ് പ്രശ്നം. അന്ന് പല ആളുകളും അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും കളിച്ച കളികൾ നമുക്കറിയാവുന്നതാണ്. എന്നിട്ട് എന്തുണ്ടായി? ആ പ്രതികൾ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടാകുന്നു. ഇതേ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ ഈ പരാതിക്കാരായിട്ട് രംഗത്ത് വരുന്നു. സ്വാഭാവികമായിട്ടും അവര് പ്രതികളാക്കപ്പെടുന്നു, ജയിലിൽ ഇറക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അതല്ലെങ്കിൽ തങ്ങളുടെക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാനുള്ള വസ്തുതകളും തെളിവുകളും ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടാകണം. അതുണ്ടെങ്കിൽ അത് ഇപ്പോഴേ തന്നെ പറയാവുന്നതാണ്, ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പറയാറുള്ളത് ജനങ്ങളുടെ കോടതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ജനങ്ങളുടെ കോടതിയിൽ അവർ നിരപരാധികളാണ് എങ്കിൽ അവതരിപ്പിക്കാനുള്ള ചുമതലയും ബാധ്യതയും അവർക്കുണ്ട്. അവരെ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു കോടതികൾ, നീതിന്യായപീഠം ഇക്കാര്യം വിലയിരുത്തുകയും അതിന്റെ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. അതിന് ജലീൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, അടുത്ത തലത്തിലേക്ക് പോകുമെന്നാണ്. സത്യത്തിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശവും അടുത്ത തലത്തിലേക്ക് ജലീലിനെ പോലുള്ള ആളുകൾ തെളിവുകളുമായി പോയാൽ ഇവിടെ ഈ പറഞ്ഞ രൂപത്തില് മൗനം പാലിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ലാതാകും. ഷൈജൽ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഇപ്പോൾ സജീവം പറഞ്ഞു നിർത്തിയത് ഈ മൗനം കൊണ്ട് കാര്യമില്ല, അവഗണന കൊണ്ട് കാര്യമില്ല, ഒപ്പം തന്നെ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ ജലീലിനെ ആക്രമിക്കുന്നത് കൊണ്ടും കാര്യമില്ല, അത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള തെളിവുകൾ ഇപ്പോഴത്തെ ലീഗ് അണികൾ, പ്രതിഷേധത്തിൽ നിൽക്കുന്ന ലീഗ് അണികളിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കൾ ഇവിടെ പറഞ്ഞ വിവരങ്ങളും ലീഗ് അണികളിൽ നിന്ന് കിട്ടുന്നതാണോ? ഇത് ഒരു കടവിൽ ചെന്ന് അടുക്കും, ആ കടവ് നീതിയുടെ കടവായിരിക്കും എന്നൊരു വിശ്വാസം ഷൈജലിനിപ്പോൾ ഉണ്ടോ? തീർച്ചയായും. പഴയ സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും നല്ല രീതിയിൽ ഈ സംഘടന മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് യൂത്ത് ലീഗുകാരും MSFകാരും മുസ്ലിം ലീഗുകാരൊക്കെ ഉണ്ട്. നേരത്തെ ജലീൽ മാഷ് പറഞ്ഞു വെച്ചതുപോലെ മഹാനായ CH-ന്റെ അണികളായ ആ ആളുകൾ അവര് ആണ് ഈ ഒരു സംഘടിത കൊള്ള സംഘത്തിനെതിരെ നീങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരുപക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഞാൻ പറഞ്ഞല്ലോ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായ അന്ന് മുതലാണ് ഇങ്ങോട്ടാണ് ഈ ഒരു രീതിയിലേക്കുള്ള ഒരു വലിയ രീതിയിലേക്കുള്ള ഒരു മാറ്റം ഇതിനകത്ത് നടക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ രൂപത്തിൽ എന്തു ചെയ്യാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്നത്തോളം കാലം സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഒരു രീതിയിലും പിന്നെ ഒരു പ്രയാസവും ഇവർക്ക് വരാനുമില്ല, പരിഹാരം ഉണ്ടാവാനും പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതില് നേരത്തെ പിന്നെ സജീവൻ സാർ പറഞ്ഞതുപോലെ കെ കരുണാകരൻ കണ്ണു ചിമ്പി ഈ ആരോപണം വരുമ്പോൾ അതിന് നേരിടുന്ന പോലെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രശസ്തമായി ഞങ്ങളൊക്കെ നേരിട്ട ഒരു സംഭവം ഉണ്ട്. ഒരു ആരോപണം ഉണ്ടായാൽ അത് 2 ദിവസത്തേക്കുള്ളതാണ്. അത് 2 ദിവസം കഴിയും പോയിക്കോളും. രാഷ്ട്രീയല്ലേ, മീഡിയയുടെ കാലഘട്ടമല്ല, അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് വരെ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്ന ഒരു ശൈലിയാണ് സത്യത്തിൽ ഇതിനകത്ത് ഇപ്പൊ നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പരിഹാരം വരാനില്ല. പിന്നെ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് ഇതിനകത്ത് പ്രയാസം ചോദിച്ചാൽ സുഹ്റ മമ്പാട് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ വനിതാ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷയുടെ മകൻ, അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിപ്പോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അഡ്വക്കേറ്റ് നിയാസ് മുഹമ്മദ്, അദ്ദേഹത്തിന് പോലും ഇതിനകത്ത് ആക്ഷേപമുണ്ട്. അദ്ദേഹം ഈ വിഷയം അന്ന് തുറന്നു പറഞ്ഞതാണ്. ഈ വിഷയം അന്ന് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അയാളെ പോലെയുള്ള 100 കണക്കിന് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഈ ഒരു വിഷയത്തിനകത്തേക്ക് ഞാൻ പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അവര് പറയുന്ന ഒരു കാര്യം എനിക്കത് പിന്നെ തെറ്റാൻ തോന്നിയിട്ടില്ല. വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. മണിക്കൂറുകളോളം ലേഔട്ട് നമ്മൾ ആപ്പ് വഴി പൈസ പിരിക്കുന്നു. അതിന്റെ ക്ലോസിംഗ് സെറിമണി എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഫണ്ട് ക്ലോസിംഗ് നമ്മൾ വളരെ മനോഹരമായി ആഘോഷിക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ഞങ്ങളുടെ ഓഡിറ്റിംഗ് ഇത്ര പൈസ കിട്ടി, ഇത്ര നമ്മൾ കൊടുത്തു, ഓരോ പഞ്ചായത്തിനും മണ്ഡലത്തിനും ജില്ലയ്ക്കും നിങ്ങൾ വീതം പറഞ്ഞല്ലോ, ഞങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് ഇതിന് ഇത്ര രൂപ വീതം കൊടുത്തു എന്നവർ പറയട്ടെ. പി കെ ഫിറോസ് തയ്യാറാവട്ടെ. പി കെ ഫിറോസിനെ വെല്ലുവിളിക്കുകയാണ്. പി കെ ഫിറോസ് തയ്യാറാവട്ടെ. അദ്ദേഹം മീഡിയക്ക് മുമ്പിൽ വന്നുകൊണ്ട് എന്റെ കൈകൾ ശുദ്ധമാണ്, ഞാൻ ഈ ധോത്തി ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചു തന്ന ജില്ലാ കമ്മിറ്റി, ഓരോ ജില്ലാ കമ്മിറ്റി പേര് പറയേണ്ട, 14 ജില്ലാ കമ്മിറ്റികൾ ഇത്ര വീതം കൊടുത്തു, കേരളത്തിലെ യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഇത്ര വീതം കൊടുത്തു, മണ്ഡലം കമ്മിറ്റി കൊടുത്തു എന്ന് അദ്ദേഹം പറയട്ടെ. എന്താ പറയാൻ തയ്യാറാകട്ടെ? അദ്ദേഹം പറയില്ല. ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്, അദ്ദേഹവും പിന്നെ ഇപ്പൊ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു റീൽസുകളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ എല്ലാം ആഘോഷിച്ചു പോയ ആളുകൾക്കിടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആരോപണങ്ങളൊക്കെ തടിയൂരി പോകാന്നിരിക്കുന്നത്. ഈ നിലമ്പൂർ ഇലക്ഷന് ശേഷം പി കെ ഫിറോസും രാഹുൽ മാങ്കൂട്ടും എങ്ങോട്ടാണ് പോയത് എന്ന് വ്യക്തമാക്കാത്ത ധൈര്യമുണ്ട് അദ്ദേഹത്തിന്. ഞാൻ മറ്റൊരു കാര്യം പുറത്തു അറിയാം. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും കൂടി നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ വിദേശയാത്ര എങ്ങോട്ടാന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ? ഫിറോസ് പറയുമോ? അപ്പൊ ഇവിടൊക്കെ ഇവർ സംഘടിതമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കേരളത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മുസ്ലിം ലീഗിനകത്ത് നിലപാടെടുക്കുന്നുവെന്ന് ഒരുപക്ഷെ താങ്കൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഒരുപാട് ഇഷ്യൂസിൽ സമസ്തയോട് പോലും ആൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. സമയമായി. അപ്പോ ആ ഏറ്റുമുട്ടിട്ടുണ്ട്, ഞാൻ അവസാനിപ്പിക്കണം, ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആ ഏറ്റുമുട്ടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുത്തു എന്ന് പറയപ്പെടുന്ന ലീഗിനകത്ത് അവർക്ക് സ്പേസ് വേണമെന്ന് പറഞ്ഞ നിലപാടെടുത്തു എന്ന് പറയുന്ന ഫിറോസ് രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്? നമ്മൾ കണ്ടതാണല്ലോ, പക്ക സ്ത്രീ വിരുദ്ധമായി മുമ്പോട്ട് പോകുന്ന അവസ്ഥ. അപ്പോ ഇതൊന്നും മാറ്റം വരാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഈ ചർച്ചയുടെ സമയം അവസാനിക്കുകയാണ്. ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല എന്ന മട്ടിൽ ഒരു കാര്യവും നമുക്ക് നിഗമനങ്ങളിൽ എത്താനാവില്ല. മലബാറിൽ ഒരു ചൊല്ലുണ്ട്, മുസീബത്തിൻ്റെ നായ മൂത്താപ്പാനെയും കടിച്ചു എന്ന്. മൂത്താപ്പമാരെ മുസീബത്തിൻ്റെ നായ കടിക്കാൻ എത്തുമ്പോഴെങ്കിലും ഇതിനൊരു പരിഹാരം കാണാനുള്ള ബാധ്യത ആരോപണം നേരിടുന്നവർക്കുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത കെ ടി ജലീലിനും ഷൈജലിനും സജീവനും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.